ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കൂടുതൽ രുചിയോടെ ഒരു വെണ്ടക്കായ കിച്ചടി റെഡിയാക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെണ്ടക്കായ കിച്ചടിയേക്കാളും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിച്ചടിയാണ്. വെണ്ടക്കായ കിച്ചടി ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം വെണ്ടക്കായയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് വെണ്ടക്കായ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചായി ഇട്ടിട്ടൊന്ന് നന്നായി മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടക്കായ കരിഞ്ഞു പോകാതെ ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. എല്ലാം കൂടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാലൻസ് വെണ്ടക്കായ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള തൈര് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് കട്ടയില്ലാതെ നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ ഒരുപാട് ഇത് ലൂസായി പോകും. അതുകൊണ്ട് വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്കുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് തൈര് ചേർത്തൊന്ന് അരച്ചെടുക്കാം. തൈര് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. പച്ചമുളകെല്ലാം എടുക്കുമ്പോൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. തൈരിലോട്ട് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലോട്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ച് വെണ്ടക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായയിൽ തൈരും അരപ്പും എല്ലാം നന്നായി പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. കിച്ചടി താളിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്കായ ഫ്രൈ ചെയ്ത് വെച്ച് അതേ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുകെല്ലാം നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 6 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്കായ കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.